Hello guys, welcome back to the video. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അണ്ടർ 50,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ സമയങ്ങളെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡത്തെ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് ഉള്ളൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇതിലെ അഞ്ചാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് വിവോയുടേതാണ്. വിവോ V40 Pro. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സ്മാർട്ട് ഫോണാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഒരു ബെസ്റ്റ് ക്യാമറ ക്വാളിറ്റി, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസ്. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിന്റെ 1.5K അൾട്രാ ആംലഡ് 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ MediaTekന്റെ Dimensity 9200+ എന്ന് പറയുന്ന പ്രോസസറാണ്. സോ ഒരു ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. +50 മെഗാ പിക്സൽ +50 മെഗാ പിക്സൽ. യെസ്, ബാക്കിലുള്ള 3 ക്യാമറയും 50 മെഗാ പിക്സലാണ്. സെൽഫി ക്യാമറ വന്നിട്ടും 50 മെഗാ പിക്സലാണ്. യെസ്, അതായത് ഇത് ഈ ഫോണിലെ എല്ലാ ക്യാമറയും 50 മെഗാ പിക്സലാണ്. ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, IP68 വരുന്നത്. യെസ്, കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 8+256GB ROM വേരിയന്റ് 49,999 റുപ്പീസ് ആണ്. യെസ്, അതായത് 50,000 റുപ്പീസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നതാണ്. 50,000 റുപ്പീസ് ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല ക്യാമറ ക്വാളിറ്റി, ഒരു കിടിലം കർവ്ഡ് ഡിസ്പ്ലേ, നല്ലൊരു പെർഫോമൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടോയുടേതാണ്. മോട്ടോ H50 Ultra. ഒരു നല്ല പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒക്കെ വെച്ച് വരുന്ന സ്മാർട്ട് ഫോണാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.7 ഇഞ്ചസിന്റെ 1.5K POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 2500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. HDR10+. നമ്മുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8S Gen 3 ആണ്. ഈ ഒരു 50K ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന ഒരു ബെസ്റ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ അതാണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡും പിന്നെ 64 മെഗാ പിക്സലിന്റെ ഒരു ടെലിഫോട്ടോയാണ് വരുന്നത്. സെൽഫി ക്യാമറ വന്നിട്ടും 50 മെഗാ പിക്സലാണ്. അങ്ങനെ 50 മെഗാ പിക്സലിന്റെ 3 ക്യാമറകളാണ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 4K വീഡിയോസ് 60 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും, ഫ്രണ്ട് ക്യാമറയിൽ നിന്നും ബാക്ക് ക്യാമറയിൽ നിന്നും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 4500 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ചാർജിംഗ് ആണ്. 50 വാട്ട്സിന്റെ വയർലെസ് ചാർജിങ്ങും കിട്ടുന്നുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഓൺ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ, IP68 വരുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗിലേക്ക് വരുമ്പോൾ 12+512GB ROM വേരിയന്റിന് 54,999 റുപ്പീസ് ആണ്. ഈ ഒരു 54,999 രൂപയ്ക്ക് ഒരു കിടിലം സ്മാർട്ട് ഫോണാണ് നമ്മുടെ ഈ ഒരു മോട്ടോയുടെ H50 Ultra. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരും നോക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQന്റെ Neo 9 Pro. ഒരു നല്ല പെർഫോമൻസും ഒരു കിടിലം ക്യാമറ ക്വാളിറ്റി ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. 6.78 ഇഞ്ചസിന്റെ 1.5K QHD+ AMOLED 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ് ആണ്. നമ്മുടെ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2ഉം പിന്നെ നമ്മുടെ iQന്റെ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ 2 ചിപ്പൊക്കെ വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. യെസ്, 2 ചിപ്പ് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സോണിയുടെ IMX920. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആണ് വരുന്നത്. 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, LPDDR5X+ CFS 4.0. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ 8+128GB ROM വേരിയന്റ് 34,999 റുപ്പീസ് ആണ്. ഈ സ്മാർട്ട് ഫോൺ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്മാർട്ട് ഫോണാണ് നമ്മുടെ സാംസങ്ങിന്റെ Galaxy S23. യെസ്, സാംസങ്ങിൻ്റെ ഒരു കുട്ടി ഫോണാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. കിടിലം പെർഫോമൻസും പൊളപ്പായി ക്യാമറ ക്വാളിറ്റിയൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചസിൻ്റെ Full HD+ ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 48 to 120 ഹെർട്സ് വരെയുള്ള അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്. അതായത് ഇങ്ങനെ റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. 1715 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രോസസർ എന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 2 ആണ്. ഒരു പവർഫുൾ ചിപ്സെറ്റ് ആണ്. നേരത്തെ പറഞ്ഞ iQ Neo 9 Proന്റെയും ചിപ്സെറ്റ് ഇതാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 12 മെഗാ പിക്സലിന്റെ ഒരു വൈഡ്, 10 മെഗാ പിക്സലിന്റെ ഒരു ടെലിയാണ് വരുന്നത്. 12 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും കിട്ടും. നമ്മുടെ iQ Neo 9 Proയിലും സെയിം 8K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും.
ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 3900 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ട്സിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. യെസ്, 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 വരുന്നത്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ 8+128GB ROM വേരിയൻറ്റ് 43,999 റുപ്പീസാണ്. സോ ഈ ഒരു 45,000 റുപ്പീസിന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. ഈ ഒരു നല്ല ചോയ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് iQൻ്റെതാണ്, iQ 12. ഈ ഒരു 50K ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോൺ ആണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ക്യാമറയും ഡിസ്പ്ലേയും ഒക്കെ വരുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഒരു 50,000 റുപ്പീസിൽ ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQൻ്റെ 12. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകാം. ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 6.78 ഇഞ്ചസിൻ്റെ 2K LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. 120 ഹെർട്സ് അല്ല, 144 ഹെർട്സ് കിട്ടുന്നുണ്ട്. 1400 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഇനി മെയിൻ സാധനമായ നമ്മുടെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ഡ്യുവൽ ചിപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 3യും ലേറ്റസ്റ്റ് ഒരു പൊളപ്പൈൻ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്പ് സെറ്റ്. പിന്നെ നമ്മുടെ iQൻ്റെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q1 എന്ന മണ്ടൊരു ചിപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്യുവൽ ചിപ്സിലാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ നമ്മുടെ iQ Neo 9 Proയിലും 2 ചിപ്സാണ് വരുന്നത്. ഇപ്പോൾ ഒരു 50,000 റുപ്പീസിൽ കണ്ണുടച്ചുകൊണ്ട് എടുക്കാവുന്ന ഒരു കിടിലം സ്മാർട്ട് ഫോണാണ് നമ്മുടെ iQൻ്റെ 12. പിന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ Galaxy S23യും കിടിലം സ്മാർട്ട് ഫോൺ ആണ്. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ തന്നെ ഒരു വൈഡും 64 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. ഇവിടെ സെൽഫി ക്യാമറ വന്നിട്ടും 16 മെഗാപിക്സലാണ്. ഇവിടെ നിങ്ങൾക്ക് 8K വീഡിയോസ് 30 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഒരു ബെസ്റ്റ് വീഡിയോ ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 120 വാട്ട്സിൻ്റെ ഫ്ലാഷ് ചാർജിങ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 14 വരുന്നത്. ഒപ്റ്റിക്കൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. പിന്നെ വെറ്റ് ടച്ച് ടെക്നോളജി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് മറ്റേ മഴയത്ത് നനഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ വർക്ക് ആവുന്ന പരിപാടി ഉണ്ട്, അത് കിട്ടുന്നുണ്ട്. ഇനി പ്രൈസിംഗിലേക്ക് വരുമ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ 12+256GB ROM വേരിയൻറ്റ് 52,999 റുപ്പീസാണ്. യെസ്, 52,999 രൂപ. അപ്പോൾ ഈ ഒരു 53,000 റുപ്പീസിന് ഉറപ്പായിട്ടും പരിഗണിക്കാവുന്ന ഒരു ബെസ്റ്റ് ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ്. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ്, ക്യാമറ, ഡിസ്പ്ലേ ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ഇതൊക്കെയാണ് അണ്ടർ 50,000 റുപ്പീസിൽ വാങ്ങാവുന്ന 5 ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഇൻ മൈ ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത എങ്ങനത്തെ വീഡിയോ ആണ് വേണ്ടതെന്നും കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.